പിണറായിയെ പിടിച്ചുകെട്ടാൻ വേണ്ടി KPCC പ്രസിഡന്റായവരുടെ പട്ടിക നീളുന്നു എന്നല്ലാതെ പിണറായി തന്നിൽ ജനങ്ങൾ ഏൽപ്പിച്ച ദൗത്യവുമായി സധൈര്യം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സിംഹത്തെ അതിൻ്റെ മടയിൽ പോയി നേരിടും എന്ന് പറഞ്ഞ സുധാകരൻ പിന്നെ പറഞ്ഞത് ആ സിംഹം മടയിലല്ലല്ലോ, പുറത്തങ്ങനെ നിൽക്കല്ലേ, അയാളെ നേരിടാൻ ഒരു വാക്കമില്ലല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ്. ഇതൊരു സിംഹം പോയിട്ട് ഒരു പൂച്ച പോലുമല്ലെന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ, അതോ VD സതീഷിന് ഇനിയും കൊളോക്കിയൽ തെറി കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. സംഗതി സുധാകരനെ പിടിച്ച് പുറത്തിട്ട് പകരം ആന്റണിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചു ഹൈക്കമാൻഡ്. പാവം KPCC പ്രസിഡന്റ് കുപ്പായം തുന്നി കാത്തിരിക്കുമ്പോഴാണ് മൂപ്പരുടെ പേര് വെട്ടി സണ്ണി ജോസഫ് വരുന്നത്. നാളിതുവരെ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ സംസാരിച്ചിരുന്ന കക്ഷിയാണ്. ഇപ്പൊ വെളിവില്ലായ്മയിൽ സുധാകർ ജിയോടാണ് മൂപ്പർ മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് അദ്ദേഹം പറഞ്ഞത്, പാർട്ടി മുഖ്യമന്ത്രിയാവാൻ പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഞാൻ KPCC പ്രസിഡന്റ് സ്ഥാനവും MLA സ്ഥാനവും വരെ രാജിവെക്കാൻ തയ്യാറാണെന്നാണ്. മുഖ്യമന്ത്രിയാവാൻ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ MLA സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയാവുന്ന ആദ്യത്തെ ആളാവാനാണ് മൂപ്പരുടെ ശ്രമം. വിവരക്കേടിന് കയ്യും കാലും വെച്ച് സണ്ണി ജോസഫ് എന്ന് പേരിട്ടതാണോ അതോ സുധാകരൻ ഇരുന്ന കസേരയിൽ കയറി ഇരുന്നപ്പോൾ കിളി പോയതാണോ എന്നറിയില്ല. പിടിവിട്ട ലക്ഷണമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാറും മൂപ്പരെയും കോൺഗ്രസ്സുകാരെയും എടുത്തിട്ട് അലക്കുന്നുണ്ട്. കണ്ണൂർ സിംഹം എന്ന നിലയ്ക്കാണ് സുധാകരൻ KPCC പ്രസിഡന്റായി വന്നത്. വലിയ തോതിലുള്ളൊരു ഒരു വലിയ പ്രൊപ്പഗൻഡയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലായിരുന്നു. പക്ഷേ സണ്ണി ജോസഫ് വരുമ്പോൾ അത്തരം ഒരു വലിയ ആവേശമോ അത്തരം ഒരു ഇളക്കമോ ഓളമോ ഒന്നും കാണുന്നില്ല. പക്ഷേ അദ്ദേഹം തന്നെ അതുകൊണ്ട് തന്നെ പറയുന്നു, താഴെത്തട്ടിൽ പ്രവർത്തകർ തനിക്കൊപ്പമുണ്ട് എന്ന രീതിയിൽ KPCC പ്രസിഡന്റ് പറയേണ്ടി വരുന്നു. സുധാകരനാകട്ടെ കണ്ണൂർ സിംഹം എന്നുള്ള ആ വിശേഷണം ഒഴിവാക്കി അദ്ദേഹം സ്വയം ഒരു പടക്കുതിരയായി പ്രഖ്യാപിച്ചു. ഇനി പടക്കുതിരയായി കൂടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. പിണറായിയെ ഇറക്കാൻ വന്ന കുറേ KPCC പ്രസിഡന്റുമാരുണ്ട്. അതൊരു വലിയ ലിസ്റ്റാണ്. അവരോരോരുത്തരായി പൊഴിഞ്ഞു പോകുന്നതാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സണ്ണി ജോസഫാണ്. ഇന്ന് കേരള കൗമുദി പത്രത്തിൽ നമ്മുടെ സുജിത്തിന്റെ ഒരു കാർട്ടൂൺ വന്നിട്ടുണ്ട്. അതില് പഞ്ചാബി ഹൗസിന്റെ അകത്ത് പഞ്ചാബി ഹൗസിനകത്ത് എന്താ പറയാ, ഗുസ്തി പിടിക്കാൻ വേണ്ടിയിട്ടേ ആ ഘടാഘടിയനായ പഞ്ചാബിയെ നേരിടാൻ വേണ്ടിയിട്ട് ഹരിശ്രീ അശോകനെ കളത്തിലേക്ക് വലിച്ചിരുന്ന കൊച്ചിൻ ഹനീഫയുടെ ചിത്രം വെച്ചുകൊണ്ട് ഇത് ഉഗ്രപ്രതാപിയായ പിണറായി വിജയനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് സണ്ണി ജോസഫിനെ താഴേക്ക് എടുത്തിരുന്ന ഒരു സാധനം വെച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും ശക്തനായ, ഏറ്റവും കരുത്തനായ, കഴിഞ്ഞ ആഴ്ച വരെയും എല്ലാ ദിവസവും ജിമ്മിൽ കളിക്കുന്നുണ്ട് എന്ന് നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഗംഭീരനാണെന്ന് പറഞ്ഞ ശക്തരിൽ ശക്തനായ ഒരാളെ കൊണ്ടുവന്നിട്ട് പിണറായി വിജയനെ മലർത്തി അടിക്കുക എന്നുള്ളതായിരുന്നു 4 വർഷം മുമ്പ് കനകോലുവിന്റെയും കോൺഗ്രസിന്റെയും സ്ട്രാറ്റജി. ഇപ്പൊ അവർ സ്ട്രാറ്റജി മാറ്റിയിരിക്കുകയാണ്. ശരത്തും CPM-മാരും അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. പുതിയ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വീക്കായ ഒരാളെ കൊണ്ടുവന്നിട്ട്, അത്രയൊന്നും ശക്തനല്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട്, അതും യുദ്ധതന്ത്രം തന്നെയാണ്, പിണറായി വിജയനെയും ഇടതുപക്ഷ മുന്നണിയെയും താഴെ ഇറക്കുക എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് അനിൽകുമാറിനെ പോലെ ആളുകൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. അടുത്ത ഏപ്രിൽ ഇലക്ഷൻ കഴിയുന്ന സമയത്ത് പിണറായി വിജയനെ രാജിവെപ്പിച്ചിട്ടേ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങുള്ളൂ. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും KPCC പ്രസിഡന്റ്. അദ്ദേഹം തന്നെയാണെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ. ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ മുരളീധരൻ പറഞ്ഞ രസകരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് സണ്ണി ജോസഫിനെ DCC പ്രസിഡന്റ് ആക്കിയത് ഞാനാണ്. പക്ഷെ ഞാൻ എങ്ങനെയാണ് ആക്കിയെന്ന് അയാൾ പറയുന്നുണ്ട്. ഞാൻ കണ്ണൂരിൽ DCC പ്രസിഡന്റ് ആയിട്ട് ആരെയും ഒന്നും വെച്ചാൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ, അവിടെ രാജ്യം ഭരിക്കുന്നത് സുധാകരൻ ആയതുകൊണ്ട് ഞാൻ സുധാകരനോട് ചോദിച്ചു, ആരാവണം കണ്ണൂരിലെ DCC പ്രസിഡന്റ് എന്ന്. നോക്കൂ, KPCC പ്രസിഡന്റ് ആയിരുന്നു മുരളീധരൻ. സുധാകരൻ DCC പ്രസിഡന്റോ KPCC പ്രസിഡന്റോ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമോ ഒന്നും അല്ല, കണ്ണൂരിലെ നേതാവാണ്. അപ്പൊ സുധാകരൻ പറഞ്ഞു, എന്താ സംശയം, സണ്ണി ആയിക്കോളൂ എന്ന്. അങ്ങനെയാണ് സണ്ണിയെ ആക്കിയത് എന്നാണ് ആ ചടങ്ങിൽ വെച്ചിട്ട്, സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കിയ ചടങ്ങിൽ വെച്ചിട്ട് മുരളീധരൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കിയതും സുധാകരൻ തന്നെ പറഞ്ഞിട്ടാവണം. സുധാകരൻ തന്നെ KPCC പ്രസിഡന്റ് ആണ് എന്നുള്ള ബോധ്യത്തിൽ, ധാരണയിലാണ് അദ്ദേഹം ഇപ്പോഴും ഇരിക്കുന്നത്. ഇന്നലെ വളരെ ദുഃഖകരമായ രീതിയിൽ കോൺഗ്രസിന്റെ ഒരു യുവ നേതാവ് അന്തരിക്കുകയുണ്ടായി. ഒരു DCC പ്രസിഡന്റ്, അദ്ദേഹം MLA ആവേണ്ട ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടുത്ത 2026 MLA ആയി വരേണ്ട ആളാണ് എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ പോസ്റ്റ് ഇടുന്ന കണ്ടു. അദ്ദേഹത്തിന് എത്ര 5 ലക്ഷം രൂപ സഹായം കൊടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയത് KPCC പ്രസിഡന്റ് അല്ല, പ്രതിപക്ഷ നേതാവും അല്ല, സുധാകരനാണ്. സുധാകരൻ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് KPCC പ്രസിഡന്റ് എന്നാണ്. ഇപ്പം സണ്ണി ജോസഫ് നല്ല നേതാവാണെന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. അത്യാവശ്യം വൃത്തിക്ക് സംസാരിക്കുന്ന, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന, അതേ ഒരു വക്കീലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് മലയാളമൊക്കെ സെൻസ് ചെയ്ത് പറഞ്ഞ് ഞങ്ങൾ പലതവണ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. നല്ല ആളാണ്. അദ്ദേഹത്തിന് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ KPCC പ്രസിഡന്റ് സീറ്റിൽ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് പ്രശ്നം തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ. കാരണം ഒരു കാര്യം നേരാവണ്ണം ആലോചിക്കാനോ പറയാനോ ഒന്നും സമ്മതിക്കില്ല, അതിനുള്ള സാവകാശം ഉണ്ടാവില്ല. മീഡിയ വണിന് കൊടുത്ത ഇന്റർവ്യൂവിൽ സണ്ണി ജോസഫ് പറയുന്നത്, മുഖ്യമന്ത്രി ആവാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ KPCC പ്രസിഡന്റ് സ്ഥാനവും MLA സ്ഥാനവും രാജിവെക്കുന്നതാണ്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല ആ മനുഷ്യൻ പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്നുള്ളത്.
അതായത് ഈ ഈ അടുത്ത 2026 ഏപ്രിലിന് ഉള്ളിൽ ഇദ്ദേഹത്തോട് ആരെങ്കിലും മുഖ്യമന്ത്രി ആവാൻ പറയുന്നതാണോ? ഇപ്പോഴാണല്ലോ മുമ്പ് MLA ആയിരിക്കുന്നത്, അത് രാജിവെക്കുന്ന പറയുന്നത്. ഇനി 2026 തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം സണ്ണി ജോസഫ് MLA ആവുകയും UDF ഭൂരിപക്ഷം കിട്ടുകയും എന്നിട്ട് സണ്ണി ജോസഫിനോട് മുഖ്യമന്ത്രി ആവാൻ ഹൈക്കമാൻഡ് പറഞ്ഞാൽ അദ്ദേഹം എന്തിനാ MLA സ്ഥാനം രാജിവെക്കുന്നത്? എത്ര ആലോചന മനസ്സിലാവാത്ത കാര്യമാണ്. ഇതിനു മുന്നേ ഒരിക്കലും സണ്ണി ജോസഫ് ഇങ്ങനെ ഇത്ര അബ്സേർഡ് ആയിട്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന പോലെ തന്നെയാണ് KPCC പ്രസിഡന്റ് എന്നുള്ള വളരെ എന്താ പറയുക ഇൻസെക്യൂർ ആയിട്ടുള്ള ഭയങ്കര ന്യൂസെൻസ് ഉണ്ടാവുന്ന ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ ഇവർക്ക് ലോജിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള പലപ്പോഴും. സണ്ണി ജോസഫിന്റെ മുകളിൽ സണ്ണി ജോസഫ് വലിയ നേതാവാണെന്ന് അംഗീകരിക്കാത്ത ഒരു 10 തല മുതിർന്ന നേതാക്കളെങ്കിലും കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. അവരുടെ പേര് എന്നെക്കാളും വിശദമായിട്ട് അറിയുന്ന 1-2 പേര് പാനൽ ഉണ്ടെന്നുള്ളത് ഞാൻ എണ്ണുന്നില്ല. അവരാരും ഇദ്ദേഹത്തെ ഒരു സീനിയർ ആയിട്ടോ പ്രസിഡന്റ് ആയിട്ടോ അംഗീകരിക്കില്ല എന്നും കെ സുധാകരൻ പറയുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സണ്ണി ജോസഫ് പറഞ്ഞാൽ അപ്പൊ കെ സുധാകരൻ എന്താവും പറയുക എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള KPCCയുടെ മുന്നോട്ട് പോക്കുന്ന ഞാൻ വിചാരിക്കുന്നു. 2 ഇൻസിഡന്റ് ഏതായാലും പ്രേംകുമാർ ഇത്രയും പറഞ്ഞു. 2 ഇൻസിഡന്റ്, അതായത് ഈയുടെ ഒരു വീഡിയോ, ഈയുടെ എന്നല്ല, ഈ സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയതിനു ശേഷം കണ്ടൊരു വീഡിയോയിൽ സണ്ണി ജോസഫിനെയും ബെന്നി ബെഹനാനെയും കൂടെ താരതമ്യം ചെയ്തുകൊണ്ടൊരു വീഡിയോ. അപ്പോൾ അത് കാണുമ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ KPCC പ്രസിഡന്റ് ആകുന്ന നിലയിലേക്കൊക്കെ എത്താറായിട്ടുണ്ടോ സണ്ണി ജോസഫ് എന്ന് സ്വാഭാവികമായി ആളുകളിലേക്ക് ഒരു സംശയം അല്ലെങ്കിൽ ഒരു ബോധ്യം, തോന്നൽ ജനിപ്പിക്കും വിധത്തിലേക്ക് ഒരു വീഡിയോ കാണാനിടയായി. ബെന്നി ബെഹനാൻ 96 AICC അംഗമായതാണ്, MLA ആയി, MP ആയി, UDF ചെയർമാനായി, കൺവീനർ, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു. പകരം അദ്ദേഹം സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ നാട്ടിൽ സർവീസ് സഹകരണ സംഘത്തിന്റെ ബോർഡ് അംഗമായെന്നോ പ്രസിഡന്റായെന്നോ ബാർ അസോസിയേഷൻ പ്രസിഡന്റായെന്നൊക്കെ പറഞ്ഞിട്ട് ആ പറയുന്ന ആളിരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ അതല്ല വലിയ വിഷയം. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ താരതമ്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു. രണ്ടാമത്തെ കാര്യം, കൗമുദിക്ക് മറ്റു കൊടുത്ത അഭിമുഖത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു മീഡിയ വേണ്ട കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ന് ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ, ആദ്യ അഭിമുഖങ്ങളിൽ ഒന്നാണല്ലോ, അദ്ദേഹം പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയുണ്ട്. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF ആണ് ജയിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞത് അടിച്ചു വന്നു, പത്രത്തിൽ നിന്ന് അടിച്ചു വന്നു. അപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, അപ്പം ഈ പിണറായി നാട്ടിൽ മുഖ്യമന്ത്രി ആയപ്പോഴല്ലേ കോന്നിയിലും വട്ടിയൂർക്കാവിലും ഒക്കെ അന്ന് പാലായിൽ ഇടതുപക്ഷം പിടിച്ചു, അത് കഴിഞ്ഞ് ചേലക്കരയിൽ പോയി, ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതിലെ അബദ്ധത്തെയും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു, വലിയ രാഷ്ട്രീയമായ തെറ്റുകൾ പറയുന്നു എന്ന ഒരു പ്രശ്നം കൂടി ചർച്ചയായി വന്നിട്ടുണ്ടെന്ന് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. പൂർത്തിയായിക്കോളൂ രാജ്കുമാർ. പ്രേംകുമാർ. അതായത് അദ്ദേഹം പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയെയും പിണറായി വിജയൻ എന്നുള്ള 3ാം ടേമിലേക്ക് പോകാൻ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന കേരളത്തിലെ CPM-ലെ ഇടതുപക്ഷത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവിനെയാണ് ശത്രുവായി കാണുന്നതെന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇടത്തും വലത്തും നിൽക്കുന്ന കോൺഗ്രസിന്റെ അകത്തുള്ള 1 ഡസൻ താപ്പാനകളാണ് ഇദ്ദേഹത്തെ ഭയപ്പെടുന്നത്. ഇവരെ എന്ത് ചെയ്യും എന്നുള്ളതാണ് സണ്ണി ജോസഫിന് പിടികിട്ടാത്തത്. ഇത്തരം ഭീകരന്മാരെ ഒതുക്കി കൊണ്ടുപോയ പ്രാപ്തിയോ ശേഷിയോ ഒന്നും ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിൽ കെ സുധാകരനോ കെ മുരളീധരനോ ഉള്ളതുപോലെ ഒരു ധൈര്യം സണ്ണി ജോസഫിന് ഇല്ല. സണ്ണി ജോസഫിന് അതിനുള്ള പ്രാപ്തി ഇല്ല എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് അദ്ദേഹത്തിനും അറിയാം. അടുത്ത് നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ പറ്റിയിട്ട് അദ്ദേഹം ആദ്യം തന്നെ എക്സ്ക്യൂസാ പറയുന്നത്. ഈ ഡീലിമിറ്റേഷന്റെ അകത്ത് LDF ചെയ്ത് ശരിയല്ല, അതിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോകുന്ന പറയുന്നത്, അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കുന്ന പറയുന്നത്. മീഡിയ വണ്ടിൽ ജേർണലിസ്റ്റ് ചോദിക്കേണ്ടി ഇപ്പൊ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കുകയാണോ എന്ന് നോക്കൂ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് UDF പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജ് എടുത്ത KPCC പ്രസിഡന്റ് പറയുന്നത് വാർഡ് പുനർനിർണ്ണയം ശരിയല്ല, അതിനെതിരെ കോടതിയിൽ പോകുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കരമായ ഭയമുണ്ട്. സുജിത്തിന്റെ കാർട്ടൂൺ വളരെ വളരെ കൃത്യമാണ്. പഞ്ചാബി ഹൗസിലെ റിംഗിലേക്ക് ഹരിശ്രീ അശോക് ഹരിശ്രീ അശോകന്റെ അതേ ഫീൽഡിലാണ് സണ്ണി ജോസഫ് ഉള്ളത്. അദ്ദേഹം അത് മറികടന്ന് ഗംഭീരനായ ഒരു KPCC പ്രസിഡന്റ് ആവട്ടെ. അത് രാഷ്ട്രീയത്തെ കൂടുതൽ ഗംഭീരമായ വളരെ ആവേശകരമായ ചർച്ചകളിലേക്ക് സ്വാഭാവികമായും കൊണ്ടു. നല്ലതാവട്ടെ, പിണറായി വിജയനെ തനിക്ക് കൊള്ളാവുന്ന ഒരു പ്രതിയോഗി KPCC പ്രസിഡന്റായിട്ട് ഉണ്ടാവട്ടെ, അതിനുള്ള ഭാഗ്യം ഒരിക്കലും ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ. പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് VD സതീശൻ മുഖ്യമന്ത്രിയെ കുറിച്ച് അടക്കം ഇപ്പൊ ചർച്ചയ്ക്ക് അത് വന്നതുകൊണ്ടാണ് ഞാനത് ആ സ്ക്രീനിലേക്ക് അതുകൂടി കണ്ടുകൊണ്ട് ഒരു പാരഗ്രാഫ് ഉണ്ട്, ഞാൻ ഒന്ന് നിങ്ങളുടെ അനുമതിയോടൊന്ന് വായിക്കാം. VD സതീശൻ MLA: മഹാപ്രളയത്തിന്റെയും കോവിഡ് മഹാമാരിയുടെയും കാലത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ഞാൻ എന്ന് വെച്ചാൽ VD സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഇതിലെഴുതിയിരിക്കുന്നതാണ് കേട്ടോ. പലവട്ടം ഒന്നുകിൽ അദ്ദേഹം തന്നെ ഫോൺ എടുക്കും, അല്ലെങ്കിൽ 10 മിനിറ്റിനകം തിരിച്ചു വിളിക്കും, എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കും. അതിനുശേഷം ഒരു മറുപടി അദ്ദേഹമോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നമ്മെ അറിയിക്കും. അതെന്നെ തീർച്ചയായും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സംസാരിച്ചാൽ യെസ് എന്നോ നോ എന്നോ പറയും. നോ എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ കാരണവും വ്യക്തമായി പറയും. യെസ് ആണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്, അത് ശരിയാണ് എന്ന് പറയും. എന്നിട്ട് വേണ്ട നടപടി സ്വീകരിക്കും. എന്തായാലും വിളിച്ചാൽ ഒരു തീരുമാനമുണ്ടാകും. രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി എന്നീ നിലകളിൽ എനിക്ക് അദ്ദേഹത്തോട് അടുപ്പം തോന്നിച്ച ഒരു ഘടകമാണ് ഇത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ആരെങ്കിലും PR ഇറക്കിയ വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ അനുഭവക്കുറിപ്പിൻ്റെ ശകലമോ അല്ല ഞാൻ വായിച്ചത്. ഇദ്ദേഹം പിന്നീട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി മാറി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നയാളാണ്. ശ്രീ VD സതീശൻ തന്നെ ഇപ്പോൾ മലയാള മനോരമ പറഞ്ഞ പിണറായി സർക്കാരിലും മെച്ചപ്പെട്ട സർക്കാരിനെ കേരള ജനത അർഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ ഒരു കാലത്ത് പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കൂടിയാണ്. പ്രേംകുമാർ.
അതായത് പിണറായി സർക്കാർ എന്ന് പറയുന്നത് പിണറായിയുടെ ഒന്നാം സർക്കാരാണെങ്കിൽ അതിനേക്കാൾ നല്ല മന്ത്രിസഭ, അതിനേക്കാൾ നല്ല ഭരണം നമ്മൾ അർഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാരിന്റെ വേർഷൻ 2 വന്നിട്ടുള്ളത്. രണ്ടാം പിണറായി സർക്കാർ ആണെങ്കിൽ അതിലും മെച്ചപ്പെട്ട ഭരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലും മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുന്നത്. നമ്മളിപ്പം ശരത് എന്നെ വിളിച്ചുകൊണ്ടാണ് ഇന്നലെ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ സർക്കാരിന്റെ ആഘോഷ പരിപാടികൾ നിർത്തിവെച്ചതായിരുന്നു. കോഴിക്കോട്ട് തീരാനായ പന്തൽ പൊളിക്കാൻ തുടങ്ങിയതായിരുന്നു. വെടിനിർത്തലുണ്ടായപ്പം ആ പരിപാടി പുനരാരംഭിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി കോഴിക്കോടുള്ളത്, ഇന്ന് രാവിലെ കോഴിക്കോട് ആളുകളൊക്കെ സംസാരിച്ചു. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് 10,000 അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആളുകളിൽ നിന്ന് കേൾക്കുകയും ചെയ്യാൻ പോകുന്ന കാര്യം ആളുകളോട് പറയുകയും ചെയ്യാണ്. ഇതിന് ബദലായിട്ട് കോൺഗ്രസോ പുതിയ KPCC പ്രസിഡന്റോ വർക്കിംഗ് പ്രസിഡന്റ്മാരോ എന്തെങ്കിലും പറയുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അനിൽകുമാറിനോട് എനിക്കുള്ള വിയോജിപ്പ് അവിടെയാണ്. ഇത് ഒരു പുലിവാൽ കല്യാണമോ പഞ്ചാബ് ഹൗസോ പോലുള്ള സിനിമയാണ്. അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ കാണുന്നത് പോലെ നമുക്ക് സണ്ണി ജോസഫിന്റെ സിനിമ കാണാനൊന്നും പറ്റില്ല. അദ്ദേഹം പറയുന്ന അങ്ങനെയൊന്നുമല്ല. നോക്കൂ, അദ്ദേഹം TV-കാരോട് പറയാണ്, എന്റെ പേരിന്റെ അർത്ഥം അറിയില്ലേ, സണ്ണി എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ്. രമേശ് ചെന്നിത്തലയാണ് അത് പറഞ്ഞത്. അതിപ്പോ കേരളം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് ഞാൻ ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് കേൾക്കുകയാണ്. ഇദ്ദേഹം വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിച്ചു വരുന്ന ഒരു മനുഷ്യനായിരുന്നല്ലോ എന്ന്. ഇങ്ങനെ പറയാം, എന്റെ പേര് സണ്ണി എന്നാണ്, സണ്ണി എന്നുള്ളതിന് സൂര്യൻ എന്നാണ് അർത്ഥം എന്ന് പറയുന്ന ഒരു KPCC പ്രസിഡന്റിനോട് അഡ്വക്കേറ്റ് അനിൽകുമാർ നിങ്ങൾ രാഷ്ട്രീയ ബദലി പറയുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതൊന്നുമല്ല ആലോചിക്കുന്നതോ പറയുന്നതൊന്നും. വിന്നബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിർത്തും. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് തോൽക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ നിർത്തുക? അവർ പൊളിറ്റിക്സിനെ പറ്റി കൺസേൺഡ് അല്ലേ അല്ല. ഇതൊരു ലൈറ്റ് ഡിസ്കഷൻ എന്നുള്ള പോലെ നടത്തുക എന്നല്ലാതെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടോ കേരളത്തിൽ നിലവിലുള്ള ഭരണത്തിന് എന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്തിയിട്ട് അത് പ്രോആക്റ്റീവായിട്ട് പറയുകയോ സ്ട്രാറ്റജിക് ആയ പൊളിറ്റിക്കൽ പ്രപ്പോസൽസ് മുന്നോട്ട് വെക്കുകയോ അങ്ങനെയൊന്നും അവർ ചെയ്യുന്നില്ലെന്നേ. വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശരത്തിന്റെ ചർച്ചയിലായിരുന്നു ഞങ്ങൾ എതിരാണ് DYFI 25 വീട് എന്ന് പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് 50 വീട് 30 വീട് നേരം വിളിച്ചു പറഞ്ഞു. ഒരു അഡ്രസ്സും ഇല്ല അതിന്റെ കാര്യം ചോദിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ആളെന്ന് പറയുന്നത് നിങ്ങളോട് പറയാൻ സൗകര്യമില്ല, പിണറായി വിജയന്റെ ഒത്താശ വേണ്ടാന്നാണ്. ഇങ്ങനെ കാര്യം പറയുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഞാനൊക്കെ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്, LDFന് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രതിപക്ഷം ആവാനെങ്കിലും ഇവർക്ക് കഴിയട്ടെ, പിണറായി വിജയന് കൊള്ളാവുന്ന ഒരു പ്രതിയോഗിയെങ്കിലും ആവാൻ പറ്റട്ടെ എന്ന്. പക്ഷെ അതിനുള്ള സൂചനകൾ പോലും ഒരു ലക്ഷണവും ഇദ്ദേഹവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. മറ്റു വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ, കെ മുരളീധരൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി റീസണബിൾ ആയിട്ട് സംസാരിക്കുമായിരുന്നു. അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന എന്തൊക്കെയോ പറയുന്ന കേരളത്തിന് ആവശ്യമുള്ളതോ രാഷ്ട്രീയത്തിന് ആവശ്യമുള്ളതോ ആയിട്ടുള്ളത് അല്ലാത്ത കുറെ കാര്യങ്ങളുടെ ബഹളമാണ് മീഡിയയിലൂടെ കേൾക്കുന്നത്. അതിന്റെ ഭാഗമായി എന്തെങ്കിലും പറയാ എന്നല്ലാതെ ഈ ചർച്ച അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞാൽ അത് ഞാൻ യോജിക്കുന്നു. അല്ലാതെ പൊളിറ്റിക്കലായിട്ടൊന്നും ഇത് ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ അകത്ത് വിട്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു തമാശ പറയുന്നത് പോലെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവരെന്നെ പറയുന്നു, ഇവരെന്നെ ചെയ്യുന്നു. അല്ലാതെ കേരളത്തിന്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലോ ഇന്ത്യയുടെ വർത്തമാനകാല പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലോ എന്തെങ്കിലും റിലവന്റ് ആയ കാര്യം ഇത്ര സമയം കൊണ്ട് ഈ KPCC പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യമാവട്ടെ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യമാവട്ടെ, സംഘപരിവാറിനെ നേരിടുന്ന കാര്യമാവട്ടെ, ആഗോള യാഥാർത്ഥ്യമാവട്ടെ, കേരളത്തിന്റെ വികസനമാവട്ടെ, ഒന്നും അവർ കാണുന്നില്ല. അവർ ഒറ്റ കാര്യം കാണുന്നുള്ളൂ, അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾക്ക് എങ്ങനെ ജയിക്കാം, ഇതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ആളുകൾക്ക് ഇവർ ജയിക്കുക എന്നുള്ളതല്ലല്ലോ. വോട്ടർമാരുടെ ജനങ്ങളുടെ ആവശ്യം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും കേരളത്തെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ്. അതിനെപ്പറ്റി ഇവർ ലീസ്റ്റ് ബോധേടാണ്. അത് ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. മീഡിയയുടെ ഈ ഹൈപ്പും ഇമേജ് ബിൽഡിംഗും ഒക്കെ നടന്നിരുന്ന കാലം പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ ലൈവ് മീഡിയ വന്നതോടെ ഇവർ സ്വന്തം പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ, ഇവർ സ്വന്തം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കൊമേഡിയൻസ് ആയിട്ട് വെറും കോമാളികളായിട്ട് ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അത് ഞാനൊക്കെ വിചാരിച്ചതിനേക്കാൾ വളരെ വേഗത്തിൽ സണ്ണി ജോസഫിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിലുള്ള സങ്കടമാണ് ഇവിടെ പങ്കുവെക്കാൻ. മുൻകാലങ്ങളിൽ നിന്ന് ഭിന്നമായി VD സതീശൻ ഇക്കാര്യത്തിൽ എടുത്തൊരു സൈലൻസ് ഉണ്ട്. അത് അദ്ദേഹത്തിന് വലിയ പരിക്കില്ലാതെ ഈ കാര്യത്തിൽ അങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ടോ പ്രേംകുമാറിന്? അല്ല, അത് അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞ മീഡിയയുടെ എന്താ പറയാ പ്ലോട്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ റിവീൽഡ് ആവുന്നത്. കെ സുധാകരൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഏത് ഗ്രൂപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല, ആരാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ആരാണെന്നുള്ള യാതൊരു അന്വേഷണവും കേരളത്തിൽ ഒരു മാധ്യമവും നടത്തിയിട്ടില്ല. ആരാവും കെ സുധാകരനെ മാറ്റി വേറൊരു ടീമിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടാവുക? ആരായിരിക്കാം? അദ്ദേഹം തുടരണം എന്ന് പറയേണ്ടതാണല്ലോ. അദ്ദേഹത്തിന്റെ ടീമിൽ പകുതി ഉണ്ടായിരുന്ന VD സതീശൻ ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. അത്രയും വലിയൊരു ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുന്നത്. കെ സുധാകരനെ മാറ്റണം എന്ന് ഒരു ടീമിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പകരം വന്ന ആള് കെ സുധാകരന്റെ നോമിനി തന്നെയാണെന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഇപ്പൊ ജേക്കബ് ജോർജ് പറഞ്ഞത് ശരിയാണ്. കെ മുരളീധരൻ പെട്ടെന്ന് വന്നൊരു വലിയ നേതാവായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പുറത്തെ കോട്ടിൽ ആന്റണി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ കരുണാകരൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ
കെ സുധാകരനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കെ സുധാകരന്റെ ജൂനിയർ ആയ ഒരാള് പിന്നെയും വന്നു എന്നുള്ളതാണ് ഈ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഒറ്റ കാര്യം കൂടി മാത്രം പറഞ്ഞോളൂ, ജേക്കബ് ജോർജ് പറഞ്ഞതിന് ഞാൻ തിരുത്തി പറയാണ്. പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കൂടി സണ്ണി ജോസഫിന് പറ്റിയാൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കണ്ട, പഴയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പറ്റിയാൽ മതി, നിലവിലുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പറ്റിയാൽ മതി. അതുപോലും പറ്റുന്ന യാതൊരു പ്രതീക്ഷയും യാതൊരു സൂചനയും അദ്ദേഹം തരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് പിന്നെയും ഭയങ്കര പഴയതിന് കഴിയില്ല, പിന്നല്ലേ പുതിയത് എന്നാണ് പ്രേംകുമാർ ചോദിക്കുന്നത്. വളരെ സങ്കടം എന്ന് വെച്ചാലേ ഈ പ്രതിപക്ഷത്തിന്റെ പണി നമ്മൾ തന്നെ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നമേ. നമ്മൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പണിയും കൂടി എടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.